നമസ്കാരം, റിഞ്ചു അച്ഛനാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ ഇന്നാൾക്കൊരു വീഡിയോ ഇട്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ വീടുകൾ കണ്ടെത്താനൊരു ശ്രമം നടത്തിയായിരുന്നു. എനിക്ക് വന്ന നിരവധി വീടുകൾ ചിലതൊക്കെ ഞാനൊന്ന് സന്ദർശിക്കാൻ ശ്രമിച്ചു. ഇവിടെ ചൂരക്കോടിന് അടുത്ത് തോമസ് സഭയിൽപ്പെട്ട ഒരു ക്രൈസ്തവ ഭവനമാണിത്. 10 വർഷമായി താമസിക്കുന്ന വീടാണ്. ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു ഭർത്താവ്, എന്നിട്ടും അദ്ദേഹം കൂലിപ്പണിക്കൊക്കെ പോകും. കാരണം കുടുംബം പുലർത്തണമല്ലോ. മുട്ടിന് അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ശാരീരികമായ രോഗമുള്ളതിനാൽ ഇരുന്ന് അധികം നേരം ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സ്ത്രീ, അതാണ് ഗ്രഹനായിക. 2 മക്കളുണ്ട്, 2 ആൺമക്കളുണ്ട്. ഇവർ 4 പേരൂടെ താമസിക്കുന്ന വീടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ലൈഫിൽ നിന്ന് ഒരു വീട് കിട്ടില്ല, അല്ലെങ്കിൽ ഇതിനോടകം കിട്ടിയതിനായിരുന്നു. കിട്ടില്ല. എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. ഞാൻ ഇവരുടെ വീട് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഇരുമ്പിൻ്റെയൊക്കെ പീസൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് വിറ്റ് ചില ആക്രി എടുക്കുമ്പം കുറച്ച് പൈസയൊക്കെ കിട്ടും. ആടുണ്ട്, കോഴിയുണ്ട്, ഇതിനെയൊക്കെ വളർത്തിയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഈ ഒരു വീട്ടിൽ താമസിക്കും? നിങ്ങൾക്ക് വാടക വീട്ടിലേക്ക് മാറരുതോ? എന്നോട് പറഞ്ഞാൽ, വാടക കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വരുക്കൂട്ടി വെച്ചെങ്കിൽ നമ്മൾ ഈ വീടിൻ്റെ ഒറ്റകുറ്റപ്പണി ചെയ്തേനെ. മുഴുവൻ മണ്ണുകൊണ്ടൊക്കെയുള്ള വീട്, ഒരു മുറി മാത്രം, വരാന്തയിലാണ് മക്കളൊക്കെ കിടക്കുന്നത്, അല്ലെങ്കിൽ ആരെയൊക്കെ മാറി തിരിഞ്ഞൊക്കെ കിടക്കുന്നത്. ഇങ്ങനെയുള്ള വീടുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ കരുതാൻ നമുക്ക് കഴിയണം. അവർ നമ്മുടേതാണ്, നമ്മുടെ സ്വന്തമാണ്. അവർക്കൊക്കെ ഒരു വീട് നിർമ്മിച്ചു നൽകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അതിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജ്, ഒരു ഫോൺ കോൾ, 7 ലക്ഷം രൂപ നമുക്ക് ചിലവാകുകയുള്ളൂ. 430, 450 സ്ക്വയർ ഫീറ്റിന് ഒരു വീട് പണിയാൻ 7 ലക്ഷം രൂപ ചിലവാകുകയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു പുണ്യമാണ്. ഇടയാകട്ടെ. എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് കാണാം: 94 96 32 14 55 9496 321455. നിങ്ങളുടെ മെസ്സേജിനായി കാത്തിരിക്കുന്നു. ദൈവം പ്രതിഫലം നൽകട്ടെ.